നമുക്കിന്നൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. എന്താണെന്നറിയോ? ഒരാൾ നാട് നന്നാക്കാൻ ഇറങ്ങി. അയാൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും നന്നാക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഒടുവിൽ എന്ത് ചെയ്തെന്നറിയോ? ആ നാട് വിട്ടിട്ട് അയാളുടെ കുറച്ച് ചുറ്റുപാടുള്ള ആൾക്കാരെ, ആ ഒരു പഞ്ചായത്തിലെ ആൾക്കാരെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്ക് അതിനും കഴിഞ്ഞില്ല. ഒടുവിൽ എന്ത് ചെയ്തു? അയാളുടെ കുടുംബത്തിനോട് പറഞ്ഞു നോക്കി പല കാര്യങ്ങളും സ്വയം മാറ്റം വരുത്താൻ. പക്ഷെ കുടുംബാംഗങ്ങളും ആരും കേട്ടില്ല. ഒടുവിൽ അയാൾ സ്വയം വിചാരിച്ചു, മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്നതിനായി കഷ്ടപ്പെടുന്ന എനിക്ക് എന്തുകൊണ്ട് സ്വയം മാറിക്കൂടാ? അയാൾ അങ്ങനെ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് തന്നെ അയാളുടെ സ്വഭാവങ്ങൾ മാറ്റാൻ തുടങ്ങി, സ്വയം സ്നേഹിച്ചു തുടങ്ങി. അയാൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാളിലൊരു മാറ്റം വന്നപ്പോൾ അയാൾക്ക് പതിയെ മനസ്സിലായി, ഇത്രയും നാൾ അയാൾ കുടുംബാംഗങ്ങളെ മാറ്റാൻ വേണ്ടി ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ശ്രമിച്ചു. പക്ഷെ നടക്കാത്ത കാര്യം, ഇപ്പോൾ അയാളിലൂടെ വന്ന മാറ്റം കുടുംബത്തിനെയും വളരെ പോസിറ്റീവായിട്ടാണ് ബാധിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കുടുംബാംഗങ്ങൾ മാറി എന്നുള്ളത്. അതോടെ ചുറ്റുപാടും അല്ലെങ്കിൽ നാടൊക്കെ നന്നാക്കാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? നമ്മൾ സ്വയം സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ പറ്റി ഓർക്കാൻ അല്ലെങ്കിൽ ഒരാളിനെ പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പലരുടെയും മുഖങ്ങൾ ഓടിയെത്തും. പക്ഷേ ഒരാളിനെങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് തന്നെയാണ്, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ലല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്? കാരണം നമ്മൾ സ്നേഹം എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളിനോടുള്ളതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന സ്നേഹം. അല്ലാതെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. നമുക്ക് നമ്മുടെ ഹാപ്പി അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയ ഒരു ലൈഫിന് സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ വളരെ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആയ ലോകത്ത് ആരും ഇങ്ങനൊരു കാര്യത്തിനെ പറ്റി ഓർക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അതുകൊണ്ട് തന്നെ സെൽഫ് ലവിനെ പറ്റി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് എന്തുകൊണ്ട് സ്വയം സ്നേഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെൽഫ് ലവ് എന്നത് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, എല്ലാവർക്കും സെൽഫ് ലവ് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അത് ഒരുപോലെ ആയിരിക്കില്ല എന്നാണ്. കാരണം മനുഷ്യനാണ്, മെഷീൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മുടെ സ്വഭാവം വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ വളരെ നമ്മൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൂഡായിരിക്കണം എന്നില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ പ്ലസൻ്റ് ആയിരിക്കും, നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി തോന്നും, മൈൻഡ് ഭയങ്കര ഹാപ്പിനെസ് തോന്നും, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടം തോന്നും. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ടെൻഷൻ, വിഷമം അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്ഡ് ആയി പല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പലതരം ആശങ്കകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ വരും. അപ്പോൾ എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഇതുപോലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലെങ്കിലും നമുക്ക് ലൈഫ് വളരെയധികം ഹാർഡാവും. അപ്പോൾ ഈ പോസിറ്റീവ്സിനൊപ്പം നമ്മൾ ഈ നെഗറ്റീവ്സിനെയും അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൈഫിലുള്ള ഈ നെഗറ്റീവുകൾ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിന് ഉറപ്പായിട്ടും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാനും ഓരോ ദിവസവും നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നതിനും സ്വയം സ്നേഹിക്കുന്നതിനും നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ ദിവസവും അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും. നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മടുപ്പ് തോന്നാതിരിക്കുക. നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഞാനിപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ വളരെ സെൽഫിഷ് ആയ ഒരു കാര്യം ആണ് എന്നാണ് തോന്നുന്നത്. കാരണം മറ്റുള്ള ആൾക്കാരും സമൂഹവും നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ ഒരു ഇമേജാണ്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് പറയുകയാണെങ്കിലും നിങ്ങളെ ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് നോ പറയാൻ പഠിക്കുക. അത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവും ഒക്കെ സംരക്ഷിക്കേണ്ടതും അതിനെ കെയർ ചെയ്യേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമില്ലെങ്കിലോ നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിലോ മറ്റൊരാൾ നിങ്ങളെ നിർബന്ധിച്ച് അതൊക്കെ നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരാൻ ശ്രമിക്കുന്നത് വളരെ അപൂർവമായ ബന്ധങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ഇന്നത്തെ ബിസി ലൈഫിൽ ആർക്കും അതിനൊന്നും സമയമില്ല എന്ന് പറയുന്നതാവും വളരെ ശരി. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സന്തോഷം എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ വളരെയധികം മടുപ്പ് തോന്നും എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തത്, സെൽഫ് ലവ് എന്നത് നമുക്ക് വളരെ വേഗം തോന്നുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരാളിനെ കുറിച്ച് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുള്ള വ്യക്തികൾ. അവരോടൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തോന്നിയ സ്നേഹമാണോ, അല്ലെങ്കിൽ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്ക് നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തോന്നിയതാണോ? അല്ലല്ലോ. പല ദിവസങ്ങളിലായിട്ട് പല സംഭവങ്ങളിലൂടെ നിങ്ങൾക്ക് അവരോടൊരു സ്നേഹം തോന്നുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നതും അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമ്മൾ ആ രീതിയിൽ മൈൻഡ് സെറ്റ് കൊണ്ടുവന്നാലേ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അത് പറ്റില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. പല സമയങ്ങളിലും മനുഷ്യർക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പം നിങ്ങളുടെ ആ കുറവിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് എനിക്കിപ്പോൾ സെൽഫ് ലവ് എന്നൊരു കാര്യം എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ അതിന് പഠിച്ചെടുക്കുന്നതിന് എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. ആ ഒരു സമയം നിങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ പതിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കുറവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, അതുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഹാപ്പിനെസ് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് കുറവുകളെന്ന് മനസ്സിലാക്കി ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ആ കുറവുകളെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ കുറവുകളോടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് വളരെയധികം നമുക്ക് ആ ഒരു സന്തോഷം തോന്നുന്നത്. ഇപ്പം നമുക്ക് മാത്രമല്ല, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലും പലപ്പോഴും സ്വരച്ചേർച്ചകൾ ഉണ്ടാവുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കും, പക്ഷെ അവരുടെ കുറവുകൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരാളിനെ വളരെയധികം ഇഷ്ടമാണെങ്കിൽ അയാളുടെ എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ്സും നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫ്രണ്ട്, അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കില്ലേ? ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാം. അതുപോലെ തന്നെയാണ് റിലേഷൻസിലും. മറ്റുള്ള വ്യക്തികളോട് മാത്രമല്ല, നിങ്ങളോടും അങ്ങനെയുള്ള കുറവുകളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി 4ാമത്തെ പോയിന്റ്, നിങ്ങൾ സ്വയം സ്നേഹിക്കൂ എന്നൊരു സെൻറ്റൻസ് നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ സെൽഫ് ലവ് എന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഒരാളിനെ സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയോടെ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ദയ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ സ്നേഹം കാണിക്കേണ്ടത്, അനുകമ്പ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ സെൽഫ് കമ്പാഷൻ അല്ലെങ്കിൽ സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലൈഫിൽ. പ്രത്യേകിച്ചും ഇന്നത്തെ ബിസി ആയിട്ടുള്ള ലോകത്ത് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാനും നമ്മുടെ മൈൻഡിനെ വളരെ എനർജിയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ട്രെയിൻ ചെയ്യിക്കുന്നതിനും നമുക്ക് മാത്രമേ കഴിയുള്ളൂ. മറ്റൊരാളിന് ഫുൾ ടൈം നമുക്കിരുന്ന് ഉപദേശങ്ങൾ തരാനോ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ നെഗറ്റീവ്സ് ആവുന്ന സമയത്തും നിങ്ങളോട് കുറച്ച് സഹാനുഭൂതി കാണിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം കുറ്റപ്പെടുത്തൽ കേൾക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളോട് ഒരു സെൽഫ് കമ്പാഷൻ കൊണ്ടുവരിക. അപ്പോൾ അതിലൂടെ മറ്റൊരാളിനോട് എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കഴിയും. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അത് മനസ്സിലാക്കാം. ഇനി 5th പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷണലി ഹീലിംഗ് എന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റിയാൽ നമ്മൾ മരുന്ന് വയ്ക്കുമ്പോൾ ആ മുറിവ് ഉണങ്ങും. പക്ഷേ പാസ്റ്റ് ലൈഫിൽ, കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ഇതുപോലുള്ള ട്രോമയിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് അവരിലുണ്ടാക്കുന്ന ആ ഒരു ഇമോഷണലി ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു മുറിപ്പാട് ഇങ്ങനെ കിടക്കും. ആ മുറിവ് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യിക്കുക. ഇങ്ങനെ പാസ്റ്റിലെ ഓർമ്മകൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിവിൻ്റെ ആഴം കൂടാനും ആ മൈൻഡിന് ആ വേദന കൂടുതൽ കൊണ്ടുവരാനേ അത് നിങ്ങളെ ഉപകരിക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയോജനം ഇല്ലാത്ത ഇങ്ങനെ ഒരു പെയിൻ നിങ്ങളുടെ ലൈഫ് ലോങ് കൊണ്ട് നടക്കുന്നത്? അപ്പോൾ പാസ്റ്റിലല്ല, പ്രസന്റ് ടൈമിൽ ഈ ഒരു നിമിഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആയിട്ട്, അല്ലെങ്കിൽ ഹാപ്പിയോടുകൂടി നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു പാസ്റ്റിലെ വിഷമങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ട്രോമ ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഇമോഷണലി ഹീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾ ആ മുറിപ്പാടുകളെ ഉണക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പരിധി വരെ ഓക്കെ ആവും. നിങ്ങൾക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ പോസിറ്റീവ് ആവും എന്നുള്ളത്
മനസ്സിലാക്കുക. നെക്സ്റ്റ്, ആറാമത്തത്, പലപ്പോഴും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ജോലി സമ്പാദിക്കാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ സമ്പത്ത് അല്ലെങ്കിൽ ഒരുപാട് കാശൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം പഴിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളോടൊരു ദയവ് കാണിക്കുക, അല്ലെങ്കിൽ അനുകമ്പ കാണിക്കുക. ഇപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിരാശരാകാതിരിക്കുക. കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മടുപ്പ് തോന്നും, വെറുപ്പ് തോന്നും, നിങ്ങളോട് വളരെയധികം ദേഷ്യം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് പോകാതെ നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് കുറച്ച് ദയവ് അല്ലെങ്കിൽ സഹാനുഭൂതി കാണിക്കുക. അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഈ ദേഷ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ള തോന്നലുകളൊക്കെ മാറും. നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊന്നും ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പം നമുക്ക് പല ആൾക്കാർക്ക് അവർ വിചാരിക്കുന്ന പോലെ ലൈഫ് പോയില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ഏത് ലൈഫാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലൈഫിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി, അതിലൂടെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ശ്രമിക്കുക. നിങ്ങളാകാൻ ശ്രമിക്കുക. നിങ്ങൾ റിയൽ ആവുക. മറ്റൊരാളിനെ പോലെ എനിക്ക് അത് പറ്റിയില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോഴാണ് എപ്പോഴും നമുക്ക് വളരെയധികം സഹിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടാകുന്നത്. നിങ്ങളാണ്, നിങ്ങൾ യുണീക്കാണ്, മറ്റുള്ളവരെ പോലെ അല്ല. അപ്പോൾ മറ്റൊരാളിനോട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളോടൊരു സഹാനുഭൂതിയും ദയവും ഒക്കെ തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇതൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏഴാമത്തെ പോയിന്റ്, ഇപ്പോൾ സെൽഫ് ലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരുക, നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനം ഫോളോ യുവർ ഓൺ ഹാർട്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതലേ അച്ഛനമ്മമാർ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഇങ്ങനെ പല കാര്യങ്ങളിൽ കുട്ടികളെ ഒരുപാട് കമ്പലേൽപ്പിച്ച് അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്, കുട്ടികളുടെ ഇഷ്ടങ്ങളും അഭിരുചികളും ഒന്നും നോക്കാതെ. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരിയറോ ജോലിയോ സെലക്ട് ചെയ്യേണ്ടി വന്നാൽ കുറച്ച് നാൾ നിങ്ങൾക്ക് അതങ്ങനെ കൊണ്ടുപോകാം. പക്ഷെ അതിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു മടുപ്പാവും, അതല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വെറുപ്പായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എന്നും ചേർത്ത് പിടിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നൽകുക. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഇഷ്ടമുള്ള പ്രൊഫഷൻ ഏതാണ്, കരിയർ ഏതാണ്, നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ, ഏത് രീതിയിലാണ്, ഏത് കഴിവാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. എപ്പോഴും അത് ചിന്തിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റും, പക്ഷേ വളരെയധികം സന്തോഷത്തോടെ, അല്ലെങ്കിൽ വളരെയധികം എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരാൾ അടിച്ചേൽപ്പിച്ച ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും കഴിയുന്നതും നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ് സെൽഫ് ലവ് എന്നൊരു കാര്യത്തിൽ. ഇനി എട്ടാമത്തെ പോയിന്റ്, നമ്മളെപ്പോഴും, ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇതത്ര രസകരമായ കാര്യങ്ങളൊന്നും അല്ല. ചിലപ്പോഴെങ്കിലും നിങ്ങളെ ഇതൊന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല. കാരണം ചില ദിവസങ്ങൾ വളരെ ബോറായിരിക്കും, വളരെ വിരസമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വളരെയധികം നമ്മുടെ ലൈഫിന് പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇപ്പം നിങ്ങൾക്ക് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങണം, എനിക്കിന്ന് കുറച്ച് കൂടുതൽ സമയം ഉറങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഒരു ടൈം ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ആരുടെ കോളൊന്നും എടുക്കാതെ നിങ്ങൾ ഫോൺ മാറ്റി വെക്കുകയാണ്.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് നിങ്ങളെ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വിളിച്ചോ അല്ലെങ്കിൽ കറങ്ങാൻ പോകാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് നോ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ സെൽഫ് ലവ് ആണ്, സെൽഫിഷ്നെസ് അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും സെൽഫിഷ് അല്ല അല്ലെങ്കിൽ സ്വാർത്ഥത അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് കൊണ്ടുതരും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കൊണ്ടുതരും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ആൾക്കാരോട് നോ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ദിവസവും, ഞാൻ പറയുന്നത് എല്ലാ ദിവസവും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾ ഭയങ്കര ഡള്ളായിരിക്കും, ഭയങ്കര ബോറായി പോകും, അല്ലെങ്കിൽ ഒരു എനർജിയും തോന്നില്ല, വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിലും ഇത് എൻ്റെ ലൈഫാണ്, എനിക്ക് ഞാനേ ഉള്ളൂ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളത് നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയിൽ, നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പിന്നെ വിജയിക്കാൻ തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എല്ലാ ദിവസവും മടി പിടിച്ചിരിക്കുമ്പോൾ ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരില്ല. നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും അധികം ഹാപ്പി ആക്കി വെക്കേണ്ടത്. മറ്റൊരാളിനെ നിങ്ങളെ സങ്കടപ്പെടുത്താൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ അതിന് നിന്ന് കൊടുക്കും. അപ്പോൾ മറ്റൊരാൾ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരണമെന്ന് നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? അതിൽ യാതൊരു കാര്യമില്ല. മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷങ്ങളൊന്നും നമുക്ക് തരാൻ പറ്റില്ല, അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. പകരം നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തുക. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബീസ്, പാട്ട് കേൾക്കുക, ബുക്ക് വായിക്കുക, സമയത്ത് ഫുഡ് കഴിക്കുക. നിങ്ങളെ പോസിറ്റീവാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ എനർജറ്റിക്കായിട്ട് വയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി ജീവിതം ബോറാണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാജിക്കലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.